നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗദി പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് സാലറി സർട്ടിഫിക്കറ്റുകൾ ഇനി സൗജന്യമായി ലഭിക്കും. അധ്വാനത്തിലും ദിശാബോധത്തിലും പടുത്തുയർത്തി അത്ഭുത നഗരമായി മാറിയ ദുബായ്. ഹൃദയപൂർവ്വം കേളി 2 വർഷം കൊണ്ട് വിതരണം ചെയ്തത് 55,000 പൊതിച്ചോറുകൾ. ബഹ്റൈൻ കന്നുകാലി പ്രദർശനമേള മാരായി 2024 ടെൻഡർ ക്ഷണിച്ചു. ദുബായ് കസ്റ്റംസ് മുൻ തലവൻ കാസിം പിള്ള ഇസ്മായിലിന് വിട. സംസ്കാരം വൈകിട്ട് 4-ന്. ഇന്ത്യയിലെ സ്വർണത്തിന് നികുതി കുറച്ചാൽ ദുബായിൽ എങ്ങനെ അറിയും? തിരിച്ചടി സ്വർണ്ണക്കടത്തുകാർക്ക്. അതിവിശിഷ്ട സന്ദർശക കേന്ദ്രങ്ങൾ. ടൈം പട്ടികയിൽ ഇടം പിടിച്ച് അബ്രഹാമിക് ഹൗസ്. സൗദി പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് സാലറി സർട്ടിഫിക്കറ്റുകൾ ഇനി സൗജന്യമായി ലഭിക്കും. സൗദിയിൽ നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും സാലറി സർട്ടിഫിക്കറ്റും സൗജന്യമായി ലഭിക്കുന്ന പുതിയ സംവിധാനം വരുന്നു. രാജ്യത്തെ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ഇലക്ട്രോണിക് സേവനങ്ങൾ നൽകുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന ഖിവ പോർട്ടൽ വഴിയാണ് ഈ സേവനങ്ങൾ ലഭിക്കുക. സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. യാതൊരു നിബന്ധനകളുമില്ലാതെ പൂർണ്ണമായി സൗജന്യമായാണ് ഈ സേവനം ലഭ്യമാക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. അധ്വാനത്തിലും ദിശാബോധത്തിലും പടുത്തുയർത്തി അത്ഭുത നഗരമായി മാറിയ ദുബായ്. ഒട്ടുമിക്ക മലയാളികളുടെയും തലവര മാറ്റിയ നാട്, പലരുടെയും കുടുംബത്തിന് അന്നമായി മാറിയ ദുബായ് ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന മുക്കുവന്മാരുടെ ഗ്രാമമായിരുന്നു. ജനങ്ങൾ അവരുടെ ഉപജീവനത്തിന് കടലിനെ ആശ്രയിച്ചു. ദുബായിയുടെ വരുമാന മാർഗം ഒരിക്കലും എണ്ണപ്പാടങ്ങളായിരുന്നില്ല. അതിന്റെ പ്രധാന ഭാഗവും വാണിജ്യം, വ്യവസായം, സാമ്പത്തിക സേവനങ്ങൾ, വിനോദസഞ്ചാരം എന്നിവയിൽ നിന്നുമായിരുന്നു. ആദ്യകാലത്ത് കടലിൽ നിന്നും കണ്ടെത്തിയ മുത്തുകൾ വ്യാപാരം നടത്തി. രാജ്യത്തിന്റെ 95% വരുമാനവും ഈ മുത്തുകളുടെ കച്ചവടത്തിൽ നിന്നുമായിരുന്നു. 2007-2008 കാലത്തുണ്ടായ ലോക സാമ്പത്തിക മാന്ദ്യം ദുബായിലെ ഭൂവിനിമയ മേഖലയെ കാര്യമായി ബാധിച്ചു. ശമ്പളം വെട്ടിക്കുറച്ചതും തൊഴിലില്ലായ്മയും ഇതിനകം കൂട്ടി. എന്നാൽ പിന്നീടുള്ള കാലത്ത് ശക്തമായ സാമ്പത്തിക മുന്നേറ്റത്തിന് ദുബായ് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഹൃദയപൂർവ്വം കേളി 2 വർഷം കൊണ്ട് വിതരണം ചെയ്തത് 55,000 പൊതിച്ചോറുകൾ. കേളി കലാ സാംസ്കാരിക വേദിയുടെ ഹൃദയപൂർവ്വം കേളി പദ്ധതി 2 വർഷം പൂർത്തിയാകുന്നു. കേളിയുടെ 11ാം കേന്ദ്ര സമ്മേളനത്തിന്റെ ഭാഗമായി അടുത്ത സമ്മേളന കാലയളവിനുള്ളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 1,00,000 പൊതിച്ചോറുകൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു സംഘടന എടുത്ത തീരുമാനം. 2022 സെപ്റ്റംബർ മാസം തുടങ്ങി 2024 ഓഗസ്റ്റ് മാസം വരെയുള്ള 2 വർഷം കൊണ്ട് കേരളത്തിലെ മിക്ക ജില്ലകളിലെയും പാർശ്വവൽക്കരിക്കപ്പെട്ട 55,000 പേർക്ക് അന്നം മൂട്ടാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു. 2025 ജൂലൈയോടുകൂടി പദ്ധതി പൂർത്തിയാക്കുമെന്ന് സെക്രട്ടറി സുരേഷ് കണ്ണമ്പുരം അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ വെട്ടം പി ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ ഭിന്നശേഷി വിദ്യാലയത്തിലെ കുട്ടികൾക്ക് 15 ദിവസത്തേക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള ധാരണാപത്രം മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ കൈമാറി. കേളി പദ്ധതിയിലൂടെ 2ാം തവണയാണ് ശാന്തി സ്കൂളിന് കേളി സഹായം നൽകുന്നത്. കേളി രക്ഷാധികാരി സമിതി അംഗം സുരേന്ദ്രൻ കൂട്ടായി, സ്കൂൾ ട്രസ്റ്റ് ബോർഡ് അംഗം OKS മേനോൻ, കേരള പ്രവാസി സംഘം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CP റസാഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. ബഹ്റൈൻ കന്നുകാലി പ്രദർശനമേള മാരായി 2024 ടെൻഡർ ക്ഷണിച്ചു. ബഹ്റൈൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് അഗ്രികൾച്ചർ എക്സിബിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കന്നുകാലി പ്രദർശനമേളയ്ക്ക് മുനിസിപ്പാലിറ്റി കൃഷി മന്ത്രാലയം ടെൻഡർ പുറപ്പെടുവിച്ചു. പ്ലാനിംഗ്, മാർക്കറ്റിംഗ്, നിർമ്മാണം, സമ്പൂർണ്ണ ഉൽപാദനം എന്നിവ അടക്കം പ്രാവർത്തികമാക്കാൻ താൽപര്യമുള്ള കമ്പനികളിൽ നിന്നാണ് കരാറുകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങ്, തത്സമയ മൃഗങ്ങളുടെ പ്രദർശനം, കാർഷിക ഉൽപ്പന്ന പ്രദർശനങ്ങൾ, താൽക്കാലിക സൗകര്യങ്ങളുടെ നിർമ്മാണം എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ ടെൻഡർ ലഭിക്കുന്നവരുടെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്നു. ബഹ്റൈനിലെ അപൂർവ അറേബ്യൻ കുതിരകളുടെ ശേഖരവും ഫാം ഉടമകളുടെ ഉടമസ്ഥയിലുള്ള അപൂർവ മൃഗങ്ങളുടെ ശേഖരവും ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തും. വളർത്തുമൃഗ സംരക്ഷണ മേഖലയിൽ സമഗ്രമായ ഭക്ഷ്യസുരക്ഷാ സംവിധാനം നൽകാനും അതിന്റെ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും ഈ മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാനുമുള്ള പദ്ധതികളുടെ ഭാഗമായി കൂടിയാണ് വർഷാവർഷം ഈ പ്രദർശനം നടത്തിവരുന്നത്. പ്രദർശനത്തോടനുബന്ധിച്ച് ഡോഗ് ഷോ, കുതിരയോട്ടം, മറ്റു വിനോദ പരിപാടികളും നടക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ.
ദുബായ് കസ്റ്റംസ് മുൻ തലവൻ കാസിം പിള്ള ഇസ്മായിലിന് വിട. സംസ്കാരം വൈകിട്ട് 4-ന്. ദുബായ് കസ്റ്റംസ് ആൻഡ് പോർട്ടിന്റെ തലവനും ഉപദേശകനുമായിരുന്ന കാസിം പിള്ള ഇസ്മായിൽ അന്തരിച്ചു. ദുബായിയെ വ്യാപാര തലസ്ഥാനമാക്കുന്നതിലും നിക്ഷേപ സൗഹൃദമാക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ്. നിസ്തുല സേവനത്തിന് പൗരത്വം നൽകി രാജ്യം ആദരിച്ചിരുന്നു. UAE എന്ന രാജ്യം നിലവിൽ വരുന്നതിന് മുൻപ് ദുബായിലെത്തിയ കാസിം അന്നത്തെ ഭരണകർത്താക്കളായിരുന്ന ബ്രിട്ടീഷുകാരുടെ പൊളിറ്റിക്കൽ ഏജന്റായാണ് പ്രവാസ ജീവിതം തുടങ്ങിയത്. 14 മാസത്തോളം ബ്രിട്ടീഷുകാർക്കൊപ്പം ജോലി ചെയ്ത കാസിമിന്റെ പ്രവർത്തന മികവാണ് ദുബായ് കസ്റ്റംസ് ആൻഡ് പോർട്ടിൽ എത്തിച്ചത്. മനുഷ്യ കമ്പ്യൂട്ടർ എന്നാണ് ദുബായ് ഭരണാധികാരികൾ വിശേഷിപ്പിച്ചിരുന്നത്. നീണ്ട 46 വർഷം കസ്റ്റംസ് ആൻഡ് പോർട്ടിനെ നയിച്ചു. 10 വർഷം ഉപദേശക സ്ഥാനത്ത് തുടർന്നു. ദുബായിയുടെ നിർണായക പദവികൾ വഹിച്ചിരുന്ന കാസിം ഔദ്യോഗിക ജീവിതകാലത്തോ വിശ്രമ ജീവിതത്തിലോ പൊതുവേദികൾ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ല. ഒരുപാട് മലയാളികളെ പ്രവാസ ലോകത്തെ കൈപിടിച്ച് നടത്താനും കാസിം മുന്നിലുണ്ടായിരുന്നു. കസ്റ്റംസ് ആൻഡ് പോർട്ട് മേധാവിയായിരുന്ന കാലത്തേക്ക് അടക്കമുള്ള കഥകൾ സഹോദരങ്ങളോട് മാത്രമാണ് അദ്ദേഹം പങ്കുവച്ചിരുന്നത്. സ്വദേശി പൗരന്മാരെ കബറടക്കുന്ന അൽ ഖൂസ് ഖബർസ്ഥാനിൽ ഇന്നും വൈകുന്നേരം 4-ന് കാസിം പിള്ളയെ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇന്ത്യയിലെ സ്വർണത്തിന് നികുതി കുറച്ചാൽ ദുബായിൽ എങ്ങനെ അറിയും? തിരിച്ചടി സ്വർണ്ണക്കടത്തുകാർക്ക്. നിർമ്മല സീതാരാമൻ ഇഫക്റ്റായിരുന്നു ഈ ആഴ്ച ദുബായ് സ്വർണ്ണ വിപണിയിലെ ചർച്ച. ഇന്ത്യയുടെ കേന്ദ്ര ബഡ്ജറ്റ് ദുബായിലെ സ്വർണ്ണ വിപണിയിൽ പ്രതിഫലിക്കുന്നത് കാണുമ്പോൾ ലോകം എത്ര ചെറുതായെന്ന് കൂടി നമ്മൾ അറിയുന്നു. ഇന്ത്യയിലെ സ്വർണത്തിന് നികുതി കുറച്ചാൽ ദുബായിൽ എങ്ങനെ അറിയും? അതറിയണമെങ്കിൽ ഇന്ത്യക്കാരുടെ സ്വർണം വാങ്ങൽ സ്വഭാവം അറിയണം. സ്വർണം വാങ്ങാൻ മാത്രം ദുബായിൽ വന്ന് പോയിരുന്ന എത്രയോ പേരുണ്ട്. ഇന്ത്യയിൽ സ്വർണ്ണവിലയ്ക്ക് മേൽ 15% നികുതി കൂടി നൽകേണ്ടതിനാൽ 3.5 മണിക്കൂർ യാത്ര ചെയ്ത് ദുബായിലെത്തി നല്ല സ്വർണവും വാങ്ങി 1 രൂപ പോലും നികുതിയും കൊടുക്കാതെ എത്രയോ പേർ മടങ്ങിപ്പോയിരിക്കുന്നു. പ്രവാസി കുടുംബങ്ങളിലെ കല്യാണത്തിനുള്ള സ്വർണം ഇനി ഇവിടെ നിന്ന് വേണോ നാട്ടിൽ നിന്ന് വേണോ എന്ന നിലയിലേക്ക് ചർച്ചകൾ വഴിമാറി. രണ്ടായാലും നമ്മുടെ ജ്വല്ലറികളെ ബാധിക്കില്ലെന്ന് പറയാം. ഇവിടെ നിന്ന് വാങ്ങിയാലും നാട്ടിൽ നിന്ന് വാങ്ങിയാലും ബിസിനസ് കിട്ടുന്നത് നമ്മുടെ ജ്വല്ലറികൾക്ക് തന്നെ. ഇവിടെ നിന്ന് സ്വർണം കൊണ്ടുപോകുമ്പോഴുള്ള റിസ്ക്കും അതുവഴി ഒഴിവാക്കാമെന്ന് ആശ്വസിക്കുന്നവരുണ്ട്. പുരുഷന് 50,000 രൂപയുടെയും സ്ത്രീക്ക് 1 ലക്ഷം രൂപയുടെയും സ്വർണമാണ് നിയമപരമായി കൊണ്ടുപോകാൻ കഴിയുക. അതിൽ കൂടുതൽ കൊണ്ടുപോകുന്നവർ സ്വർണത്തിന്റെ അളവ് വെളിപ്പെടുത്തി നികുതി അടയ്ക്കണമെന്നാണ് ചട്ടം. ഇക്കാര്യങ്ങളിലൊക്കെ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നികുതി കൂടിയാലും വില കൂടിയാലും നമ്മൾ പെട്രോൾ വാങ്ങുമെന്ന് പറയും പോലെയാണ് സ്വർണത്തിന്റെ കാര്യവും. ഇനി എവിടെ നിന്ന് വേണമെന്ന് മാത്രം നോക്കിയാൽ മതി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. അതിവിശിഷ്ട സന്ദർശക കേന്ദ്രങ്ങൾ. ടൈം പട്ടികയിൽ ഇടം പിടിച്ച് അബ്രഹാമിക് ഹൗസ്. ടൈം മാഗസിൻ ലോകത്തിലെ 100 അതിവിശിഷ്ട സന്ദർശക കേന്ദ്രങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചതിൽ അബുദാബിയിലെ ദി അബ്രഹാമിക് ഫാമിലി ഹൗസും സന്ദർശിക്കാനും തങ്ങാനും തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥലങ്ങളിൽ ഒന്നായാണ് ടൈം മാഗസിന്റെ വാർഷിക പട്ടികയിൽ അബ്രഹാമിക് ഫാമിലി ഹൗസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മസ്ജിദ്, സിനഗോഗ്, ചർച്ച് എന്നിവ ചേരുന്നതാണ് അബ്രഹാമിക് ഫാമിലി ഹൗസ്. മുസ്ലിം, ജൂത, ക്രിസ്ത്യൻ പൈതൃകങ്ങളെ ഈ കുടുംബ വീട്ടിൽ സംയോജിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് എബ്രഹാമിക് ഫാമിലി ഹൗസ് തുറന്നത്. വിവിധ മതങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വമാണ് ഈ ഫാമിലി ഹൗസ് പ്രതിദാനം ചെയ്യുന്നത്. വിശ്വാസങ്ങൾ പരസ്പരം പഠിക്കാനും ചർച്ചകൾ നടത്താനും ഇവിടെ വേദിയൊരുക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം 2.5 ലക്ഷം പേർ ഇവിടെ സന്ദർശിച്ചു. 250 സാമുദായിക പരിപാടികൾക്കും എബ്രഹാമിക് ഹൗസ് വേദിയായി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.